മേപ്പാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടിയിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചത്. സമരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുക, കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി വേലിയും വനവും റോഡും അതിരിടുന്ന സ്ഥലങ്ങളിൽ 10 മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഫോറസ്റ്റ് ഓഫീസിലൊക്കെ ഉപരോധങ്ങൾ നടത്തിയെങ്കിലും അന്ന് ഒരു കുറേ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകി. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് ആ വാഗ്ദാനങ്ങളൊന്നും ഫോറസ്റ്റ് ഓഫീസുകാർ ആരും ഞങ്ങൾക്ക് പാലിച്ചിട്ടില്ല, മനസ്സിലില്ല. അതുപോലെ സോളാർ ലൈറ്റ് ഇല്ല. ആണുങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നാട്ടിലൊക്കെ ഇറങ്ങിയെടുക്കുകയാണ്. ഞങ്ങൾ ആ പ്രദേശത്തുള്ള പള്ളിയിൽ കുറേ കബസ്ഥാനങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെ ഇറങ്ങിയിട്ട് ഇതിനുള്ളൊരു പരിഹാരം ഞങ്ങൾ മദ്രസകൾ സ്കൂളുകളൊക്കെ ലീവ് എടുക്കേണ്ട വന്നു. തൊഴിലുറപ്പ് മേഖലയിൽ ജോലിക്ക് പോകുന്നവരും പിന്നെ അതുപോലെ ചക്കിന് പോകുന്ന ആൾക്കാരല്ലേ, ആ മേഖലയൊക്കെ ഒരാഴ്ചയോളം ഞങ്ങൾക്ക് പഠിച്ചു പോകാതെ ഈ ഒരാൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, തൊഴിലിന് പോയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു തീരുമാനമാകാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. ഇതൊരു സൂചന മാത്രമാണ്. കഴിഞ്ഞ ദിവസം നെല്ലിമുണ്ടയിൽ കരടിയെയും കുട്ടിയെയും കണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. 5ലധികം ആളുകൾ ഇതിനകം ഈ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളിൽ ഭീതി പടർത്തിയ സാഹചര്യത്തിലായിരുന്നു നാട്ടുകാരുടെ സമരം. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് തർക്കത്തിനും കാരണമായി. തുടർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധമുണ്ടായി. ട്രൂ ലെൻസ്, വയനാട്.